നമസ്കാരം. 42 കേരള ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി.ജെ.പിയുടെ നില വളരെ ഗുരുതരമാണ് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഹരിയാനയിൽ നിരവധി നേതാക്കളും മന്ത്രിമാരും ബി.ജെ.പിയിൽ നിന്നും രാജിവെച്ച് പുറത്തുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബി.ജെ.പിയെ വെട്ടിലാക്കി ഹരിയാനയിലെ മുതിർന്ന ബി.ജെ.പി നേതാവ് രംഗത്ത് വന്നിരിക്കുന്നുവെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നാണ് ബി.ജെ.പി നേതാവിന്റെ പരസ്യ പ്രസ്താവന. ഇതോടെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബി.ജെ.പിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് നേതാക്കൾ തമ്മിലുള്ള തർക്കം. മുഖ്യമന്ത്രി പദം ആവശ്യപ്പെട്ട് മുതിർന്ന നേതാവ് അനിൽ വിജ് ആണ് രംഗത്തെത്തിയിരിക്കുന്നത്. ബി.ജെ.പിയിലെ മികച്ച മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് സ്വയം പ്രഖ്യാപിച്ചായിരുന്നു അനിൽ വിജ് രംഗത്തെത്തിയിരിക്കുന്നത്. മണിക്കൂറുകൾക്കകം തന്നെ അദ്ദേഹത്തിന്റെ ആവശ്യം ബി.ജെ.പി തള്ളുകയും ചെയ്തു. മുതിർന്ന അംഗം തന്നെ പരസ്യമായി താൻ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ് ബി.ജെ.പി നേതൃത്വത്തെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ നയാബ് സിംഗ് സൈനി മുഖ്യമന്ത്രിയായി തുടരുമെന്ന് പാർട്ടി ഇതിനോടകം വ്യക്തമാക്കിയ സമയത്താണ് വേറൊരു അംഗം ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. 6 തവണ MLA ആയിട്ടുള്ള അനിൽ വിജ് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന സാമാജികനാണ്. ഇത്തവണ അദ്ദേഹം 7ാം തവണയാണ് മത്സരത്തിനിറങ്ങുന്നത്. താൻ ഇതുവരെ പാർട്ടിയോട് ഒന്നും ആവശ്യപ്പെട്ടിരുന്നില്ല. എന്നാൽ ഹരിയാനയിൽ നിന്നുള്ള ആളുകൾ, പ്രത്യേകിച്ച് തന്റെ സ്വന്തം മണ്ഡലത്തിൽ നിന്നുള്ളവർ ആഗ്രഹിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് താൻ അവകാശവാദം ഉന്നയിക്കും എന്നിങ്ങനെയായിരുന്നു അനിൽ വിജിന്റെ വാക്കുകൾ. എന്നാൽ അന്തിമ തീരുമാനം പാർട്ടി ദേശീയ നേതൃത്വത്തിന്റേതാണെന്നും അനിൽ വിജ് പറയുന്നുണ്ട്. നിലവിലെ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെ ഇതിനോടകം ബി.ജെ.പി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചല്ലോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി തന്റെ അവകാശവാദത്തിന് അതൊന്നും തടസ്സമല്ല, പാർട്ടി വിളിക്കട്ടെ എന്നിങ്ങനെയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഭരണവിരുദ്ധ വികാരം മറികടക്കാനാണ് മനോഹർ ലാൽ ഖട്ടറിനെ മാറ്റി OBC മുഖമായ നയാബ് സിംഗ് സൈനിയെ ഹരിയാന മുഖ്യമന്ത്രിയായി നിയമിച്ചിരുന്നത്. എന്നാൽ അത് ക്ലിക്കായില്ല. 2019 നേടിയ 10 സീറ്റുകളിൽ 5 എണ്ണം നഷ്ടപ്പെട്ടു. കോൺഗ്രസിനോട് ബി.ജെ.പി തോറ്റ സീറ്റുകളിൽ അനിൽ വിജിന്റെ അംബാല കണ്ടോൺമെന്റ് ഏരിയയിലെ അംബാല ലോക്സഭാ സീറ്റും ഉൾപ്പെടുന്നു. ഖട്ടറിന് പകരം നയാബ് സിംഗ് സൈനിയുടെ പേര് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചത് മുതൽ അനിൽ വിജ് അസ്വസ്ഥനായിരുന്നു. തീരുമാനം അറിയിക്കാൻ ഡൽഹിയിൽ നിന്നെത്തിയ 2 പാർട്ടി നിരീക്ഷകരുടെ നേതൃത്വത്തിൽ നടന്ന MLA മാരുടെ യോഗത്തിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോയതും വാർത്തയായിരുന്നു. നയാബ് സിംഗ് സൈനി മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള മന്ത്രിമാരിൽ വിജും ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം ചേരാൻ വിസമ്മതിക്കുകയും സത്യപ്രതിജ്ഞ ചടങ്ങ് പോലും ഒഴിവാക്കുകയും ചെയ്തു. വിജിനെ സമാധാനിപ്പിക്കാൻ സൈനിയും ഖട്ടാറും മറ്റ് മുതിർന്ന നേതാക്കളും ശ്രമം നടത്തിയെങ്കിലും രക്ഷയുണ്ടായിരുന്നില്ല. ഈ വിവാദങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കവെയാണ് മുഖ്യമന്ത്രി ആഗ്രഹം പ്രകടിപ്പിച്ച് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം അദ്ദേഹത്തിന്റെ അവകാശവാദത്തെ തള്ളിക്കൊണ്ട് ഹരിയാന ബി.ജെ.പിയുടെ ചുമതലയുള്ള ധർമ്മേന്ദ്ര പ്രധാൻ രംഗത്തെത്തി. പാർട്ടി വിജയിച്ചാൽ ഹരിയാനയിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സിറ്റിംഗ് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി പാർട്ടിയുടെ മുഖമായി തുടരുമെന്ന് പ്രധാൻ പറഞ്ഞു. ഒക്ടോബർ 5-നാണ് സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്.